നമ്മളൊന്ന് ചിന്തിക്കുക, എത്രമാത്രം തീക്ഷ്ണതയോടെയാണ് ഈ നോമ്പ് കാലത്ത് ഞാനായിരിക്കുന്നത്. പലപ്പോഴും നാട്ടിലുള്ള സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, അച്ഛാ നോമ്പും മുറിഞ്ഞുപോയി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ നന്നായി നോമ്പെടുത്തതായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല, അതിൻ്റെ തീക്ഷ്ണത, അതിൻ്റെ ഗൗരവം മുറിഞ്ഞുപോയി, അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ ആത്മീയത, തീക്ഷ്ണത, ഗൗരവം നമ്മളിൽ കുറഞ്ഞു പോകുന്നത്? പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം, രണ്ടാമത്തേത് നമ്മുടെ പ്രവൃത്തി. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കുറഞ്ഞു വരികയാണെങ്കിൽ, അതിനോട് അനുബന്ധിച്ച് നമ്മുടെ നന്മ പ്രവൃത്തികൾ കുറഞ്ഞു വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ഈ നോമ്പിനെ, അല്ലെങ്കിൽ നോമ്പിൻ്റെ അചൈതന്യത്തിന്, നോമ്പിൻ്റെ പ്രവൃത്തികൾക്ക് തീർച്ചയായിട്ടും ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകുകയില്ല. ആത്മീയ തീക്ഷ്ണത കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകമായി നമുക്ക് ചിന്തിക്കാം, എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രവൃത്തികൾ എത്രമാത്രം തീക്ഷ്ണതയുള്ളതാണ്. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് ഉണ്ടായിരിക്കും. ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷേ ഈശോയുടെ കൂടെ ആയിരിക്കും നമുക്ക് പലർക്കും സാധിക്കുന്നില്ല, എനിക്കായാലും പോലും. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ അടുത്തെത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈശോയോട് കൂടുതൽ അടുത്തായിരുന്നു കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഈ നോമ്പുകാലം നമുക്ക് അനുഗ്രഹത്തിൻ്റെ നിമിഷമാകും. അതുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ, ഗൗരവത്തോടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കും. ഈശോ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.